ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് ജീവനൊടുക്കി സ്വയം വെടിവെച്ച് മരിച്ചത് ED റെയ്ഡിനിടെ എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റിച്ച്മോണ്ട് സർക്കിളിലെ ഓഫീസിൽ വെച്ചാണ് ആത്മഹത്യ എന്നറിയാൻ സാധിക്കുന്നു. CJ റോയ് സ്വയം വെടിവെച്ച് മരിച്ചതായി ആണ് വിവരം. സംഭവത്തിന് പിന്നാലെ തന്നെ റോയിയെ നാരായണ ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ സംഭവം നടന്നിട്ട് അല്പസമയമേ ആയിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഓഫീസിനുള്ളിലെ തന്റെ മുറിയിൽ വെച്ച് റോയ് സ്വയം തോക്കുപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മനീഷ് മൂർത്തി വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. മനീഷ്, ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പ്രമുഖനാണ് അദ്ദേഹം. അടുത്ത കാലത്തായി എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളോ നിയമപരമായ പ്രശ്നങ്ങളോ അദ്ദേഹം നേരിട്ടിരുന്നോ? ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? പ്രധാനമായും നിലവിൽ നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ പറഞ്ഞ രീതിയിൽ EDയുടെയും IT യുടെയും റെയ്ഡ് നടക്കുന്നുണ്ട്. ഇന്നും സമാനമായ രീതിയിൽ റെയ്ഡ് നടക്കുകയായിരുന്നു എന്നുള്ളതാണ്. ആ റെയ്ഡിന്റെ ഒരു പ്രഷർ എന്തായാലും ഈ പറഞ്ഞ CJ റോയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത് ഇദ്ദേഹം വെടിയുതിർക്കുന്ന സമയത്തും IT ജീവനക്കാർ അല്ലെങ്കിൽ EDയുടെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു, ഓഫീസിനകത്ത് ഉണ്ടായിരുന്നു എന്നൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല. എന്തായാലും ആ രീതിയിലുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. അതായത് റെയ്ഡ് നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ തീരുമാനത്തിലേക്ക് CJ റോയ് എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങളിലായി അവിടെ IT യുടെയും EDയുടെയും പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇതിൽ വലിയ തോതിലുള്ള മാനസിക പ്രയാസം ഇദ്ദേഹം അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് ജീവനക്കാരൊക്കെ നിലവിൽ പറയുന്നത്. പക്ഷേ ഇത് തന്നെയാണോ കാരണമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പ്രവിധ സൂചിപ്പിച്ചതുപോലെ അല്പസമയം മുമ്പാണ് ഈ ദാരുണമായ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശദാംശങ്ങളെല്ലാം പുറത്തു വരേണ്ടതുണ്ട്. പോലീസിന്റെ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് റെയ്ഡ് നടക്കുന്നതിനിടെ, പരിശോധന നടക്കുന്നതിനിടെയാണ് ഈ രീതിയിലുള്ളൊരു തീരുമാനത്തിലേക്ക് CJ റോയ് എത്തിയത്, ദാരുണമായ ഒരു തീരുമാനത്തിലേക്ക് CJ റോയ് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ED റെയ്ഡ് ആരംഭിച്ചിട്ട് ഇപ്പോൾ എത്ര ദിവസമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്? ഒരു പ്രത്യേക സാമ്പത്തിക ഇടപാടിനെ കുറിച്ചോ അതോ മുൻപ് നടന്ന ഏതെങ്കിലും അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടാണോ ഇപ്പോൾ ഈ റെയ്ഡ് നടന്നുകൊണ്ടിരുന്നത്? പ്രവിധ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ചില പരിശോധനകളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ IT യുടെയും EDയുടെയും റെയ്ഡ് ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം രാജ്യത്തെമ്പാടും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുമൊക്കെ നിരവധി ബിസിനസ് സ്ഥാപനങ്ങളുള്ള ആളാണ് CJ റോയ്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള ചില രേഖകളുടെ പരിശോധന അല്ലെങ്കിൽ അതിൻ്റെ ഇടപാടുകളുടെ പരിശോധനയാണ് നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടക്കുന്നു. ഇന്നും തുടക്കം മുതൽ തന്നെ ഇന്നിപ്പോൾ രാവിലെ തന്നെ ആ തരത്തിലൊരു പരിശോധനയിലേക്ക് വീണ്ടും ഉദ്യോഗസ്ഥർ എത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ജീവനക്കാരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ അതാണ് ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു ദാരുണമായ തീരുമാനത്തിലേക്ക് CJ റോയിയെ കൊണ്ട് എത്തിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം വെടിയുതിർക്കുന്ന സമയത്ത് അവിടെ ഈ പറഞ്ഞ പരിശോധനയ്ക്ക് എത്തിയ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വളരെ വേഗത്തിലാണ് അവിടെയുള്ള ജീവനക്കാർ CJ റോയിയെ അടുത്തുള്ള ആശുപത്രി HSL ലേഔട്ടിലുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ അവിടെ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക് ഇനിയും അല്പസമയത്തിനകം നമുക്ക് ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുമെന്നാണ് എന്താണ് യഥാർത്ഥ കാരണം. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പരിശോധന നടന്നിരുന്നു. ആ പരിശോധനയ്ക്കിടെയാണ് ഇത്തരത്തിൽ സ്വയം വെടിയുതിർക്കുന്നത് എന്നാണ് അദ്ദേഹം ഓഫീസിൽ തന്നെ ആയിരുന്നു എന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം വെച്ച് മനസ്സിലാക്കുന്നത്. അദ്ദേഹം സ്വയം വെടിവെക്കുകയായിരുന്നു എന്നതിനെ ഉറപ്പിക്കുന്നുണ്ടോ പോലീസ്? റിച്ച്മോണ്ട് സർക്കിളിലുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസാണ്. ആ ഓഫീസിനകത്താണ് പരിശോധന നടന്നിരുന്നത്. അദ്ദേഹവും ആ ഓഫീസിനകത്താണ് ഉണ്ടായിരുന്നതെന്നാണ് ജീവനക്കാർ പറയുന്നത്. അവിടെ ആ ഒരു സമയത്ത് തന്നെയാണ് ഈ വെടിയുതിർക്കുന്നതും. അത് നിലവിലെ സാഹചര്യത്തിൽ ആത്മഹത്യ എന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. കാരണം വെടിയുതിർത്തത് തലയ്ക്കാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം റിവോൾവർ ഉപയോഗിച്ച് തന്നെയാണ്, ലൈസൻസ് ഉള്ള റിവോൾവർ ഉപയോഗിച്ച് തന്നെയാണ് വെടിവെച്ചിരിക്കുന്നത്. ഈ തോക്ക് പോലീസ് അദ്ദേഹത്തിന്റെ സമീപത്ത് നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിലെ ഒരു തീരുമാനം അല്ലെങ്കിൽ നിലവിൽ പ്രാഥമികമായി പോലീസ് പറയുന്നത് ഇത് ആത്മഹത്യ തന്നെയാണ് എന്നാണ്. എന്തായാലും അത് കൂടുതൽ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ നടക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അല്പസമയം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. സ്വാഭാവികമായും ഇനിയിപ്പോൾ പോലീസിന്റെ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ ആ വിശദീകരണത്തിലൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് IT യുടെയും EDയുടെയും പരിശോധനകൾ നടക്കുന്നു. ഇന്ന് രാവിലെ വീണ്ടും പരിശോധനയ്ക്ക് എത്തുന്നു ഉദ്യോഗസ്ഥർ. ആ പരിശോധനയിൽ വലിയ തോതിലുള്ള മാനസിക പ്രയാസം അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. ഉച്ചയ്ക്ക് ശേഷം ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർ അവിടെ ഉള്ള സമയത്താണ് ഈ ഒരു രീതിയിലേക്കുള്ളൊരു തീരുമാനം
തീരുമാനത്തിലേക്ക് അദ്ദേഹം പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജീവനക്കാർ വളരെ വേഗത്തിൽ ഓടിയെത്തുന്നു. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തിനെ രക്ഷിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. എങ്കിലും അവർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസ് എത്തിയിട്ടുണ്ട്, അശോക് നഗർ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതുപോലെ ബംഗളൂരുവിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ അതിൻ്റെ പ്രാഥമികമായ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു ദാരുണമായ സംഭവമാണ്. ബിസിനസ് രംഗത്ത് നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്ന ഒരു സമയത്താണ് അദ്ദേഹം ഈ രീതിയിലുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നൊക്കെ കരകയറി വന്ന ഒരു ബിസിനസ്സുകാരനാണ് CJ റോയ് എന്ന് പറയുന്നത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളിലുമൊക്കെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അത്രയധികം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ജീവിതത്തിൽ, അതൊക്കെ തരണം ചെയ്താണ് വന്നത്, ഈ ഒരു നിലയിലെത്തിയത് എന്ന് അദ്ദേഹം പലപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ജീവിതത്തിലെ നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്ത് കടന്നു വന്ന ഒരു വ്യക്തി ഇപ്പോൾ ബിസിനസ്സിൻ്റെ ഒരു നല്ല രീതിയിൽ ബിസിനസ് നടത്തി നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ആ സമയത്താണ് ഈ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക്, ദാരുണമായ ഒരു തീരുമാനത്തിലേക്ക് CJ റോയെ പോലെ ഒരാൾ എത്തുന്നത് എന്നുള്ളത് അവിശ്വസനീയമായ ഒരു കാര്യമാണ്. എന്തായാലും അത് എന്താണ് സംഭവിച്ചത്, എന്താണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ളതൊക്കെ അല്പസമയത്തിന് ശേഷം നമുക്ക് കൃത്യമായ വിവരങ്ങൾ, പോലീസിൻ്റെ ഒരു വിശദീകരണം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉടനെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിലൂടെ നമുക്ക് കുറച്ചുകൂടെ വിശദാംശങ്ങൾ എന്തായാലും ലഭ്യമാകും. എന്തായാലും നിലവിൽ ലഭിക്കുന്ന ഒരു വിവരമെന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അതായത് ഓഫീസിനകത്ത് റെയ്ഡ് നടക്കുന്നു, ആ റെയ്ഡിനിടെ CJ റോയ് വെടിയുതിർക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.